പറയട്ടെ, ഇവിടുത്തെ റോക്കറ്റ് വിടാൻ നേരെ എഴുതി കൊടുത്തിട്ടുള്ള ആളല്ല. എന്തൊക്കെയാ അവൻ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവില്ലല്ലോ. ഇന്നാളവൻ എന്നോട് പറയാ അവനാണിപ്പോ അമേരിക്കയുടെ പ്രസിഡന്റ്. ആയിരക്കണക്കിന് മാതാപിതാക്കൾ വന്നിരുന്നിട്ട് അവരുടെ മക്കള് ഉപയോഗിക്കുന്ന സാധനങ്ങള് അല്ലെങ്കിൽ അവരുടെ ജീവിതചര്യ ഒരാളുടെ ഒരു കാര്യം കേൾക്കാതെ പറയുന്ന ഒരാളാ. ഞാൻ മുഖത്തടിച്ചുള്ള കാര്യം പറയും. എന്തും വളച്ചു കെട്ടി പറയുന്ന പാരമ്പര്യമല്ല എന്റെ. ഭയങ്കരമായ ആള്. അങ്ങ് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ഉള്ളവർ എന്നെ കാണാൻ വരും. വിദേശ രാജ്യങ്ങളിൽ പോകുന്ന ഒരാളാ. അറബികൾ എന്നെ കാണാൻ വരും. എന്ന് വെച്ചാൽ അതിന്റെ അഹംഭാവം അവനില്ലട്ടാ. ഒരാളെയെങ്കിലും എന്റെ മുമ്പിൽ വന്നിരിക്കുന്ന ഒരാളെയെങ്കിലും മുരാരി കബളിപ്പിച്ചു എന്ന് പറഞ്ഞാൽ, ശുദ്ധഹൃദയനായ എന്റെ പരിശുദ്ധിയെ സംശയിക്കുന്ന പറഞ്ഞ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇവിടെ തെളിവ് നേരത്താം. സമ്മതിച്ചേ? തങ്കം പോലത്തെ മനുഷ്യന് എന്തിനാ കൊച്ചമ്മ വെറുതെ സംശയിക്കുന്നത്? ഇനി മുതലാണ് ലാൻസ് നായക് മുകുന്ദൻ മേനോന്റെ തനിനിറം കാണാൻ പോകുന്നത്. കൊല്ലം പുത്തൂരിൽ ബാധ ഒഴിപ്പിക്കാനെത്തിയ 16കാരെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന പരാതിയിൽ ജോൾസിനെതിരെ പോക്സോ കേസ്. വെണ്ടാർ സ്വദേശി മുരാരി തന്ത്രി എന്ന രാജൻ ബാബുവിനെതിരെയാണ് കേസെടുത്തത്. നാണം കെടട്ടെ, നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടട്ടെ, വൃത്തികെട്ടവൻ. ഇയാൾ എന്താ തോന്നിയാസ കാണിച്ചെന്നറിയോ? എന്താടാ കാണിച്ചേ? ഞാൻ പറഞ്ഞുതരാം. ഇയാളുടെ ജ്യോതിശാലയത്തിൽ നേരത്തെയും ഈ പെൺകുട്ടിയും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു. ഇവരോട് ഈ പെൺകുട്ടിക്ക് ബാധയുണ്ട്, അതാണ് കുടുംബത്തിലെ പ്രശ്നങ്ങൾക്ക് കാരണം, ബാധ ഒഴിപ്പിക്കാൻ സഹായിക്കാം എന്നുള്ള കാര്യം പറയുന്നു. ഈ കേസ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു തുമ്പി കല്ലെടുക്കുന്നത് പോലെ നിസ്സാരമാണ്. സാറിന്റെ പേച്ച് നല്ല പേച്ച്, ലേഡീസ് വീണ് പോലെ പേച്ച്. ഇതേ തുടർന്നാണ് കഴിഞ്ഞ ദിവസം പെൺകുട്ടിയും അമ്മയും ഇയാളുടെ ജ്യോതിശാലയത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. 11 മണിക്കാണ് കാണാൻ എത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ 3 മണിക്കാണ് ഇയാളെ കാണാനുള്ള അവസരം ഇവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. തുടർന്ന് ഇയാൾ പെൺകുട്ടിയെ മാത്രം മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഏകദേശം 2 മണിക്കൂറിലധികം കഴിഞ്ഞിട്ടും പെൺകുട്ടിയെ പുറത്തേക്ക് കാണാതായത്. അല്ല, സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട. സംശയം തോന്നിയ അമ്മ മുറിക്കുള്ളിലേക്ക് ചെന്ന് നോക്കുമ്പോൾ പെൺകുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണുന്നത്. കിട്ടിയില്ല അല്ലേ? പക്ഷെ അവസാന നിമിഷം കൈവിട്ടുപോയി. ശേഷം അമ്മയോട് പെൺകുട്ടി കാര്യം പറയുന്നു. ഞാനത് വെറുതെ കാണിച്ചാണ്, നീ അതൊന്നും ഇവിടെ കയറി വിളമ്പേക്കല്ലേ. തുടർന്ന് അമ്മയും പെൺകുട്ടിയും ഇയാളുടെ ഈ ജ്യോതിശാലയത്തിൽ നിന്നും ഇറങ്ങി മറ്റൊരു വീട്ടിലേക്ക് ഓടി കയറുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എടോ, എനിക്കിത് പൊത്തരിയൊന്നുമല്ല, അത്ര നല്ല മനസ്സും എനിക്കില്ല. വഴിയാൻ വേണ്ടാം കണ്ട വഴിവിട്ട് എന്ത് പ്രവർത്തി ഞാൻ ചെയ്യും, അത് രഹസ്യമായിട്ടാണെന്ന് മാത്രം. സംഭവം നാട്ടുകാർ അറിഞ്ഞ് ഇയാളുടെ ജ്യോതിശാലയത്തിലേക്ക് എത്തുമ്പോഴേക്കും എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. മറ്റേത് ഇയാൾ പിൻവാതിലൂടെ ഓടി രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തുടർന്ന് പിന്നെ ഇയാളെ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. പുത്തൂർ പോലീസ് ഈ പെൺകുട്ടിയുടെ പരാതിയിൽ കേസ് എടുത്തിട്ടുണ്ടായിരുന്നു. തുടർന്ന് ഇന്ന് രാവിലെയോട് കൂടി ഇയാളുടെ ഫോൺ ഓൺ ആകുന്നതോടു കൂടിയാണ് പ്രതിയിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ പണി വരുന്നുള്ളത് മനസ്സിലാക്കണം. അത് ഇയാളുടെ കേസ് വെച്ച് ഇനി എക്സ്പീരിയൻസിൽ ബാക്കിയുള്ളവർ മനസ്സിലാക്കാം. കാരണം കനകം മൂലം കാമിനി മൂലം തടിയും കേടായി ഭാവിയും വടിയായി.